ഡോക്ടർ വന്ദനാദാസ് കൊലപാതകത്തിലെ വിചാരണ നടപടികൾ വേഗത്തിലാക്കണമെന്ന് ഹൈക്കോടതി. കാലതാമസമില്ലാതെ നടപടികൾ പൂർത്തിയാക്കണമെന്ന് വിചാരണ കോടതിക്ക് നിർദ്ദേശം നൽകി. വിചാരണ പൂർത്തിയാക്കാനുള്ള സമയം, കേസിന്റെ നിലവിലെ സ്ഥിതി എന്നിവ സംബന്ധിച്ച് ഹൈക്കോടതി റിപ്പോർട്ട് തേടി. അഹമ്മദ് മുസ്തഫ കൂടുതൽ വിവരങ്ങൾ നൽകും. മുസ്തഫ, ഏത് സാഹചര്യത്തിലാണ് ഹൈക്കോടതിയുടെ ഇടപെടൽ? അനീഷ, കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിലെ ഹൌസ് സർജനായിരുന്ന ഡോക്ടർ വന്ദനാദാസിനെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതി സന്ദീപാണ് ഇന്ന് ഹൈക്കോടതിയെ ജാമ്യാപേക്ഷയുമായി സമീപിച്ചിരിക്കുന്നത്. നേരത്തെ ഈ ജാമ്യാപേക്ഷ സുപ്രീം കോടതിയുടെ പരിഗണനയിലുണ്ടായിരുന്നു. അന്ന് ജാമ്യം നൽകാൻ കഴിയില്ല എന്ന് സുപ്രീം കോടതി പറയുകയും ചെയ്തിരുന്നു. പ്രത്യേകിച്ച് സന്ദീപിന് മറ്റു തരത്തിലുള്ള മാനസിക പ്രശ്നങ്ങളില്ല എന്നതുൾപ്പെടെ സംസ്ഥാന സർക്കാരിന്റെ റിപ്പോർട്ട് അന്ന് കോടതി പരിഗണിക്കുകയും ചെയ്തു. ആ സാഹചര്യത്തിലാണ് അന്ന് ജാമ്യാപേക്ഷ സുപ്രീം കോടതി തള്ളിയത്. അന്നൊരു നിർദ്ദേശമുണ്ടായിരുന്നു, സാക്ഷി വിസ്താരം ഉൾപ്പെടെ പൂർത്തിയാക്കിയ ശേഷം വീണ്ടും ഒരു ജാമ്യാപേക്ഷ നൽകാനായിരുന്നു സന്ദീപിന് അന്ന് നൽകിയ നിർദ്ദേശം. എന്തായാലും മറ്റു കേസിന്റെ നടപടികളെ ബാധിക്കരുത് എന്നതുൾപ്പെടെയുള്ള നിരീക്ഷണങ്ങളായിരിക്കണം പക്ഷെ അന്ന് കോടതി പരിഗണിച്ചത്. എന്തായാലും ഇന്നിപ്പോൾ ഹൈക്കോടതിയിൽ സന്ദീപ് വീണ്ടും ഒരു ജാമ്യാപേക്ഷ നൽകിയിരിക്കുന്നു. ആ ജാമ്യാപേക്ഷയിലാണ് ഹൈക്കോടതിയുടെ ഒരു ഇടപെടൽ. പ്രത്യേകിച്ച് ട്രയൽ കോടതിയിലെ, സെഷൻസ് കോടതിയിലെ വിചാരണ നടപടികൾ വേഗത്തിലാക്കണം, ഒപ്പം തന്നെ കാലതാമസമില്ലാതെ മറ്റു നടപടികൾ പൂർത്തിയാക്കണം എന്നിവയാണ് വിചാരണ കോടതിക്ക് ഹൈക്കോടതിയുടെ നിർദ്ദേശം. പക്ഷേ ചില കാര്യങ്ങൾ കൂടി കോടതി റിപ്പോർട്ടായി ചോദിക്കുന്നുണ്ട്. വിചാരണ പൂർത്തിയാക്കാനുള്ള സമയം, കേസിന്റെ നിലവിലുള്ള ഘട്ടം, ഏത് വിചാരണ ഘട്ടത്തിലാണ് കേസുള്ളത് എന്നിവ സംബന്ധിച്ച് റിപ്പോർട്ട് ഹൈക്കോടതി തേടിയിരിക്കുന്നു. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഈ വന്ദനദാസിന്റെ പിതാവ് മോഹൻദാസ് കൂടി ഈ കേസിൽ കക്ഷി ചേർന്നിട്ടുണ്ട്. അത് ഹൈക്കോടതി അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അടുത്ത 31-നാണ് കേസ് വീണ്ടും പരിഗണിക്കുന്നത്. അന്ന് സംസ്ഥാന സർക്കാരിന്റെ ഉൾപ്പെടെ പ്രോസിക്യൂഷന്റെ ഉൾപ്പെടെ നിലപാട് ഈ കേസിൽ ജാമ്യം നൽകുന്നതിൽ പ്രത്യേകമായി തന്നെ നിർണായകമാവുകയും ചെയ്യും. ശരി, മുസ്തഫയാണ് വിവരങ്ങൾ നൽകിയത്.